കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു ഈ കുറ്റത്തിൻ്റെ ഗ്രാവിറ്റിയെക്കുറിച്ച്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിലിപ്പോൾ രണ്ടാം പ്രതി സിന്ധുവിനെ വെറുതെ വിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്? അത് നമ്മൾ അപ്പീലടക്കം ആലോചിക്കും. അതിനെക്കുറിച്ച് സീനിയർ ഓഫീസേഴ്സുമായിട്ടും നമ്മുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അടുത്ത തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും. തുടങ്ങിയപ്പോൾ സാറ് ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഒരാളാണ്. സാറിന് മുന്നിലേക്ക് കേസ് എത്തുമ്പോൾ ഇതൊരു കൊലക്കുറ്റത്തിലേക്ക് ചെന്നെത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു കൊലക്കുറ്റത്തിലേക്ക് ചെന്നെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നമുക്കിതിനകത്ത് ഈ ഷാരൂണിന്റെ മരണമൊഴി ഇല്ല എന്ന് പറയുന്നു. കാരണം ഗ്രീഷ്മയെ അങ്ങനെ സംശയിക്കുന്നില്ല എന്ന് പറയുന്നത് അതൊക്കെ ഒരു വെല്ലുവിളിയായിരുന്നു. തീർച്ചയായിട്ടും തുടക്കത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. കാരണം ഷാരോൺ മരിക്കുന്നതുവരെയും ഈ കുട്ടിയെ സംശയിച്ചിരുന്നില്ല. മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അയാൾക്കത് മനസ്സിലായത്. അതിനുശേഷമാണ് ആ മൊഴി നമുക്ക് കിട്ടുന്നത്. ആദ്യ അവസരങ്ങളിൽ ഈ വിഷം ഉള്ളിൽ ചെന്നിട്ടും ഷാരോണിനെ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല, അല്ല ഈ നമ്മുടെ ഗ്രീഷ്മയെ സംശയമൊന്നും ഇല്ലായിരുന്നു. എങ്കിൽ കൂടിയും പിന്നീട് അത് സംശയത്തിൻ്റെ ഭാഗമായിട്ട് വന്നു. പിന്നീട് ഗ്രീഷ്മ തന്നെ ഈ സ്വയം ചെയ്ത കാര്യങ്ങൾ വേറെ ജുഡീഷ്യൽ ഓഫീസറോട് കൺഫസ് ചെയ്യുകയുണ്ടായി ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ നാൾ വഴികളിൽ.